നമ്മളിന്ന് അളിയപ്രോന്റെ കൂടെ വന്നിരിക്കുന്നത് ഒരു ആനിമൽ ഹോസ്പിറ്റലാണ് ഗൈസ്. അതെ, ഇന്ന് ഞാനും അളിയനും ഡോക്ടർ ആയിക്കാണ് ഗൈസ്. എങ്ങനെയെന്ന് അറിയില്ല, അപ്പുറത്തോന്റെ പരിചയപ്പുറം നോക്കി പാസ്സായിട്ടാണ് ഗൈസ് ഞങ്ങൾ ഇന്ന് ഡോക്ടർ ചെയ്ത്. നമ്മളെ MBBS ഇല്ലാതെ വന്നിരിക്കുന്നത്. പേഷ്യന്റിന്റെ മുന്നിൽ ഇരുന്നിട്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഇവിടെ വന്നിട്ട് ഓരോരുത്തരെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുക്കും, ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഗൈസ് ഓരോ റൂമിലോട്ട് പറഞ്ഞേക്കും. എത്ര പേരെ ഇന്ന് കൊല്ലും എന്നും അറിയില്ല. പക്ഷെ ഗൈസ് നിങ്ങൾ നല്ല ലേക്ക് സബ്ബൊക്കെ അടിച്ചു വെച്ചോ. അതുപോലെ തന്നെ ഗൈസ് നിങ്ങളോട് ആരും പറയാത്തൊരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഓരോ പ്രേതങ്ങളും കാര്യങ്ങളും വരും ഗൈസ്. ഇവര് മേറ്റ് പ്രേതം പിടിച്ച് തോണ്ടുന്നതുകൊണ്ട് അളിയുടെ ഫോട്ടോ എടുത്ത് പരിപാടി തുടങ്ങി. ടൈം വേസ്റ്റ് ചെയ്യേണ്ട, എല്ലാവരും ലേക്ക് സബ്ബൊക്കെ അടിച്ചു വെച്ചോ. ഇത് നേരെ വീഡിയോയിലോട്ടാകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേഷ്യന്റ്. ഇവൻ എന്താ പേഷ്യന്റ് ഫോട്ടോ ഞാൻ എടുത്ത്, അവനെ ഫോട്ടോ ഞാൻ എടുത്തു, അവനെ ചെക്ക് ചെയ്യട്ടെ, അവന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എടുക്കട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ സംസാരിച്ചേക്കാം. ആയിക്കോട്ടെ, റൂം 1. ഓക്കെ, റൂം 1 പോയിക്കോ. ഞാൻ പോയി നോക്കട്ടെ. മച്ചനെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. മച്ചൻ എവിടെയാണ് പോകേണ്ടത്? പേരെന്താണ് ഇവന്റെ പേര് വന്നാച്ച്? പിങ്കു. പിങ്കു അതെ, റൂം 1 ഗൈസ്. കിടക്കുന്നു. ഇനിയാണ് ഇവനെ ഞാൻ ശരിക്കും എന്താക്കുന്നത്. ഇവന്റെ DNA സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഞാൻ അടുത്ത് ഇവിടെ അളിയാ, ഇന്ന് നോക്കി ഞാൻ ഇവനെ കൊല്ലും. നമ്മുടെ ഉത്തരവാദിയല്ല കേട്ടോ. വെയിറ്റ് ചെയ്ത പ്രോസസ്, ബിൽഡിങ്, അനലൈസിങ്, സ്റ്റൊമക്ക് ആക്ട്. ഇവന് സ്റ്റൊമക്ക് വേദനയാടാ, വയറ് തന്നെ. കണ്ണി കണ്ട ഫുഡ് എന്താ വലിച്ചേര് കഴിച്ചിട്ടെ വന്ന് നോക്കി നമ്മൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യട്ടെ. കുത്തട്ടെ, സൂചി കുണ്ടിക്കാൻ കയറ്റും. യു നീഡ് ടു ഹോൾഡ് ഐറ്റമോ? എന്തിനാണ് സൂചി എടുക്കണമെന്നാണോ? ചെയ്യാൻ പോയിട്ട് സിറിഞ്ച് എടുത്തിട്ട് വരാ. വെയിറ്റ് ഞാൻ സിറിഞ്ച് എടുത്ത് വരാം. ഇതല്ലേ സിറിഞ്ച്. വെയിറ്റ് അവനെ ഇന്ന് നോക്കും മച്ചാൻ, ഞാൻ ട്രീറ്റ് ചെയ്യും. അയ്യോ ചത്തോതൊരു ഡൗട്ട്. അയ്യോ ഈശ്വര, തന്നെ മൂഞ്ചിയല്ലോ. അങ്ങോട്ട് തുടങ്ങിയില്ല ഹോസ്പിറ്റൽ. അപ്പത്തേക്ക് നീ ഞാൻ കാര്യം, ഇവനെ ഞാന് മറ്റേ റെസീറ്റ് എടുക്കാം, നീ ഇവനെ ചികിത്സിക്കും. ഓക്കെ ഞാൻ എന്റെ പൊന്നെ. ഇവന്റെ മോന്ത് എന്താണ്? ഇവന്റെ മോന്ത് എന്തിനിങ്ങനെ ഓട്ടോയില്? അവനെ കൊമ്പ് കൊള്ളാൻ കേട്ടോ. പറ്റെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അതങ്ങ് എടുക്കാം. പിറ്റ ഭയങ്കര പൈസ കിട്ടും. ശരിയാണ് നീ പറഞ്ഞത്. വെയിറ്റ്, ഇവനത് കൊടുക്കട്ടെ. റൂം 2. അതെ, റൂം 1 പോവല്ലേ? അവിടെ മക്കള് എനിക്ക് സിറിഞ്ച് കൈ വെച്ച് പേടിയാ. അല്ലെ, ഞാനൊരു ഡൗട്ട് ആയിക്കട്ടെ നിന്നോട്. ഇപ്പൊ നമ്മൾ ഒരുത്തരെ കൊന്നില്ലേ, അവൻ എങ്ങനെ ആത്മവൈറ്റ് ഇനി വരാമോ? അന്നോമില് വല്ലത് വൈറ്റ് അറിയാൻ പാടില്ല കേട്ടോ എനിക്ക്. വന്നതിനെ നിന്നെ എനിക്ക് ആദ്യം കൊല്ലുന്നു കേട്ടോ. ഞാൻ സാമ്പിൾ ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കട്ടെ ഇതെന്താ ഇവിടെ വരട്ടെ. മക്കളെ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. 2 വർഷത്തോളം ഞാൻ MBBS എടുത്തിരിക്കണം. ഓക്കെ, 2 വർഷം MBBS ഉണ്ട് എനിക്ക്. അളിയാ, ഇതെന്തിരി അവൻ ലീക്കായ പേപ്പറിൽ എഴുതിട്ട് വന്നവൻ. ഡ്രൈഡ് ഐസ്. ഓക്കെ, എടാ അവൻ ഐസ് പോയിരിക്കും. അപ്പൊ കൈസ് നമുക്ക് ഇതാണ്ട് ഇവിടെ ആയിട്ട് ഒരു എന്നിട്ട് ഇവനെ നമുക്ക് ചികിത്സിക്കണം. കണ്ടോ ഇവിടെ കാണിക്കും കേട്ടോ നമുക്ക് എന്ത് ഐറ്റാണ് വേണ്ടത്. ഓക്കെ, ഡോക്ടർ നമ്മൾ ഡോക്ടർ അല്ലേ? അല്ല, പേഷ്യന്റ് റിക്കവർ ആണ്. എന്നെ കണ്ട, ഇതാണ് MBBS എടുത്ത ഡോക്ടർ കഴിവേണ്ട. യു മസ്റ്റ് ബി ദ ന്യൂ ഹെയർ. ഡോക്ടർ ഹാർലോ. എടാ, ഹാർലോ മാം വരുന്നുണ്ട് കേട്ടോ. ഹാർലോ മാമിനോട് പറയരുത് കേട്ടോ ഞാൻ ഒരുത്തരെ കൊന്നത്. അഡ്വൈസ്, ഗിഫ്റ്റിംഗ് ഗെറ്റ് സ്ട്രേഞ്ച്, ജസ്റ്റ് കീപ്പ് വർക്കിംഗ്. ഓക്കെ, കണ്ണല്ലേ ദേഹത്ത് ഇങ്ങനെ തലയിലെന്താ കുഴപ്പം? തലക്കാണ് കേട്ടോ അവന്റെ അസുഖം. എടാ, ഷട്ടേഴ്സോ? യൂസ് ഷട്ടർ ടു പ്രൊജക്ട് റിജക്ട് പീപ്പിളോ? നമ്മളെന്തിനാ ആൾക്കാർ റിജക്ട് ചെയ്തത്? ഇത് നമ്മുടെ ഹോസ്പിറ്റലല്ലേ? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. എന്തായാലും ഷിഫ്റ്റ് റിപ്പോർട്ട്, എനിക്ക് ഷിഫ്റ്റിന്റെ റിപ്പോർട്ട് ഇട്ടോ. എന്റെ സൈഡിൽ തോണ്ട് വന്നിട്ടുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് കളിയും ബ്രോ. ഇവനെ കണ്ട എന്തോ ഒരു കുഴപ്പമുണ്ട് തോന്നുന്നു. അളിയ, ഡോർ അടച്ചേക്ക്. ലോക്ക് എങ്ങനെ ഇടുന്ന അറിയോ? അവന്റെ അപ്പോയിന്റ്മെന്റ് ഇട്. ഞാൻ ഫോട്ടോ എടുക്കാം. പുള്ളിക്കാരന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്പെക്ട് ചെയ്ത്. എന്തൊരു സസ് അടിക്കണ്ടോ. ഞാൻ ക്യാമറ ഒക്കെ നോക്കട്ടെ കേട്ടോ. ഇവിടെ ക്യാമറ. അവൻ അനോമലി ആണോന്ന് ഡൗട്ട് കേട്ടോ. ഇവന്റെ കണ്ണും മോന്തിയും കണ്ടിട്ട് ഇവനല്ലേ ഞാൻ നേരത്തെ ആകാശത്തിലോട്ട് പറഞ്ഞയച്ചതളിയാ. എടാ നീ ഇവന്റെ ക്യാമറയിലൊന്ന് നോക്കിയടാ. ഇവനെ ഇങ്ങനെ എവിടെ ക്യാമറ? ഈ ക്യാമറയിൽ അവനെ നോക്കിയേക്ക്. ഓക്കെ, ഇതെന്താടാ സാധനം? ഇവന്റെ മോന്തിരി ഇങ്ങനെ. അതാ പറഞ്ഞ ഇതെന്ത് സാധനം? മക്കളെ ഇവിടെ ഇല്ല കേട്ടോ. മക്കൾക്ക് ഇവിടെ ഇല്ല. മക്കൾക്കുള്ള ഹോസ്പിറ്റലൊക്കെ സെമിത്തേരിയാണ്. അങ്ങ് പോയിക്കോ. എപ്പം പോയി കാണോ? അൺബിലീവബിൾ, ഐ കേം ആൾ ദിസ്. എടാ, അവൻ നോർമൽ ആയിരുന്നാ? അല്ല. ഓക്കെ, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഓക്കെ, ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കാം. നീ ആൾക്കാരെ ചികിത്സിച്ചോ. ഐ ആം എമ്മി പൗസ്. ഓക്കെ, പൗസ്. ഐ ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ്. ഓക്കെ, ഞാൻ തരാമല്ലോ. ഓക്കെ, ഫോട്ടോ ഒക്കെ എടുത്തേ. ഫോട്ടോ എടുത്തിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്യാനാണ്
നീ പ്രിന്റ് എടുത്ത അവന്റെ ഫോട്ടോ വെയിറ്റ് ചെയ്യട്ടോ. ഇവനെ ഞാൻ ക്യാമറ നോക്കട്ടെ. സസ് അടിക്കുന്നുണ്ട്. ഇല്ലടാ ഇവൻ നോർമലാ. അപ്പൊ മറ്റേ ശരിക്കും പറഞ്ഞ ഇതായിരുന്നല്ലേ അന്നേരം? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആരൊക്കെ ഒരുത്തരൊക്കെ അയച്ചില്ലേ, അവരാണ് തേടി വന്നത്. എടാ ഗണ്ണ് ഇവിടെ ഗണ്ണ് കിടക്കുന്നു. കണ്ടുവിടെ അയ്യോ എടുക്കാത്തില്ല. പൈസ വേണം കേട്ടാ. 500 ഉറുപ്പിക ഉണ്ടളിയാ. എടാ പിന്നെ നമ്മുടെ സാനിറ്റി ഇമ്പോർട്ടന്റ് ആട്ടോ. ഇത് കുറഞ്ഞാൽ നമ്മൾ തട്ടിപ്പോവും. ഇതൊക്കെ കുടിക്കണം തോന്നുന്നു. കോഫി ഇടളിയാ. പൈസ അങ്ങനെ സാനിറ്റി കൂടി നമുക്ക് ഇപ്പഴ സാനിറ്റി കൂടി കോഫി. ഓ നീ എന്റെ കോഫി എടുത്ത് കുടിച്ച് വെയിറ്റ്. ഞാൻ ചോക്ലേറ്റ് എങ്കിലും ഞാൻ തട്ടപ്പട്ടി. പൈസ അത് എല്ലാത്തിനും പൈസ വേണം. ഇതെന്താണ് ഇവിടെ ഡ്രിങ്ക് കോഫി ഫോർ സാനിറ്റി. എടാ അവന്റെ അപ്പോയിന്റ്മെന്റ് എടുത്താ. ഞാൻ മറന്നുപോയി അവന്റെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഐ ബീൻ റൂം നമ്പർ. അയ്യോ റൂം ഒന്നി പോവാന്ന്. അയ്യോ അത് വേണം. ഇപ്രാവശ്യം ഞാൻ ചികിത്സിക്കും കേട്ടോ. നീ അപ്പോയിന്റ്മെന്റ് എടുത്തു. ഓക്കെ ചികിത്സിച്ചോ. റൂം നമ്പർ 1 ക്ലീൻ ആക്കിയോടാ. ക്ലീൻ അല്ലേ? മച്ചനെ കേറി വാ. ഇവിടെ ഇതാണ് ഏറ്റവും ബെസ്റ്റ് റൂം. പ്രശ്നം തിരി DNA ചെക്കാം. ഓക്കെ DNA ചെക്ക് ചെയ്യാം. നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ ഇത് ഗൈസ് നമ്മുടെ ഷിഫ്റ്റ് 2 ആണ് കേട്ടോ. നമ്മൾ നൈറ്റ് ആണ് ഈ പരിപാടി ചെയ്യുന്നത്. നമ്മൾ മറ്റേ ഡ്യൂട്ടി ഡോക്ടർ ആണ് ഗൈസ്. ഡ്യൂട്ടി ഡോക്ടർ. ഇപ്രാവശ്യം നോക്കിയാൽ ആരും കൊണ്ടുമില്ല. നല്ല രീതിക്ക് തന്നെ പണിയെടുക്കും. ബ്രഷ് ബ്ലീഡിങ്ങോ? ഓ റഷ് ബ്ലീഡിംഗ് ആണ്. ഇവന് ഓയിന്റ്മെന്റ് വേണം, ബാൻഡേജും വേണം. ഓക്കെ ഓയിന്റ്മെന്റ് എവിടെ അല്ലയോ? ഓയിന്റ്മെന്റ് ഇതിലേതാണ് ഓയിന്റ്മെന്റ്? അയ്യോ ഇത് ഐ ഡ്രോപ്പ് ആണ്. ഓയിന്റ്മെന്റ് അയ്യോ ഇത് തെർമോ ആണ്. ഇത് രണ്ടും ഓക്കെ. ബാൻഡേജ് കൊടുത്ത് ഓയിന്റ്മെന്റ് കൊടുത്ത് അവിടെ എന്തോ ഒന്ന് കണ്ടോന്നൊരു ഡൗട്ട് അവിടെ. എനിക്ക് മാത്രമാണ് ഗൈസ് അത് കണ്ട്. അളിയനാണെങ്കിൽ AFK പോയി. ഈ രാത്രി ആണെങ്കിൽ ഞാൻ പണിയെടുത്തിട്ട് മിക്കവാറും ചത്തുപോവോ. ഞാൻ എന്തോ ഒരു സാധനത്തിനെ കണ്ട്. അവൻ അടിപൊളിയായിട്ട് ചികിത്സിച്ച്. പക്ഷെ ഇവിടെ ഞാനൊരു കറുത്തൊരു രൂപം കണ്ട്. ഞാനും കണ്ടു കറുത്ത രൂപം. അതെന്താ സാധനം? തലക്ക് സുഖമില്ലാട്ടോ. ഇവനടിക്കല. ക്യാമറ നോക്കട്ടെ. അനോമിലാണ് നോക്കട്ടെ. ഷട്ടർ അടിച്ച് നമ്മുടെ ക്യാമറ വരെ ബഗ്ഗായി. അടക്കാൻ പറ്റുന്നില്ല. അടക്കാൻ പറ്റണില്ല. വാഴ തുറക്കലടാ വാഴ. സ്പീഡപ്പ് ബിറ്റന്ന്. എടാ ഒരു കാര്യം നീങ്ങ ചികിത്സിക്കാൻ ഗ്ലാസ് പട്ടി എന്റെ ഗ്ലാസ് പൊട്ടിക്കൂതോടാ. അവിടെ ഞാൻ പോയി അടിക്കും കേട്ടോ. ഇവിടെ ഞാൻ ഇന്ന് പോയി അടിക്കും. മക്കളെ പ്രശ്നത്തിന് പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമുള്ളല്ലോ. എടാ അവന്റെ ഫോട്ടോ നോക്കി. നീ നോക്കി ഇവിടെ നോക്കട്ടെ. ഇവന് കണ്ണില്ലല്ലോ. നമ്മടെ ഗ്ലാസ് അടിച്ച് ഒട്ടിച്ചവൻ അവൻ എവിടെ പോയി? ആ കള്ള വാഴ എവിടെ പോയി അളിയാ? എനിക്ക് അറിഞ്ഞൂടാ. എടാ എന്താ നീ ഇവനെ ചികിത്സിക്കേ? ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. തലക്കും വലിയ സുഖമില്ല. നീ ഒന്ന് പോയി. എടാ MBBS പാസ്സായി. നീ ഞാൻ 2 വർഷം MBBS പഠിച്ചുള്ളൂ. നീ എനിക്ക് MMBS ഇല്ലേ? MMBS. എടാ MBBS ഞാൻ പഠിച്ചിട്ടില്ല. ഇല്ലടാ ഞാൻ ഈ ക്ലാസ് എടുക്കണ നേരത്തെ ലീവ് ചെയ്തറാ. അവന്റെ അസുഖത്തിന് നീ അറിയാൻ പാടില്ല. ഞാൻ ഇവനെ അത് ട്രീറ്റ് ചെയ്യാം. ഓക്കെ മക്കളെ പ്രശ്നം മോനെ എന്താ പറ്റിയത്? ഫോട്ടോ എടുത്തു, രജിസ്റ്റർ ചെയ്തു, ഫോട്ടോ എടുത്തു, ചെയ്തു. എന്താണ് അളിയാ? പ്രശ്നമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. കണ്ണിൽ എന്താ സംഭവിച്ചത്? എനിക്കെന്നറിയാം. എന്താ പറ്റി? ആക്ഷൻ അളിയാ നിനക്കെന്തിനെ പറ്റിയോ? പറ്റിയിട്ടില്ലല്ലോ. അവന് ബ്രൂയിസസ്. ഞാൻ പൊട്ടു എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും അപ്പോയിന്റ്മെന്റ് എടുത്തിക്കണ്. എടാ അവൻ കുഴപ്പമില്ലടാ. പാവം പിടിച്ചാ. ശരി അപ്പൊ പാവം പിടിച്ചവൻ പിന്നല്ലാതെ. നീ ഇങ്ങനെ വന്ന് നോക്കിയേ. അതെ ആ പാവം അല്ലായിരുന്നു ചേട്ടാ അത്ര. ഇതെന്താണ് റൂമിനകത്ത്? എടാ ഞാൻ ഇങ്ങനെയല്ലേ. അപ്പൊ ഞാൻ എന്റെ പേഷ്യന്റ് എന്തായാലും ചെയ്യും. നീ നിന്റെ പേഷ്യന്റിനെ വെച്ച് ഹാപ്പി ഇങ്ങോട്ട് രണ്ടാമത്തെ റൂം. എടാ അവൻ എന്തെങ്കിലും ചെയ്യണം. അവനെ കൊല്ലണം തോന്നണം എനിക്ക്. ഡോണ്ട് ലുക്കപ്പ്. നീ കൊല്ലേട്ടാ. മെഴുകുതിരി എടുക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. ഇറിച്ചിൽ നടക്കരുത്. 9 സെക്കൻഡിനുള്ളിൽ എല്ലാം മെഴുകുതിരി എടുക്കണം. അയ്യോ അങ്ങനെയാണോ? ഞാൻ ഇവിടെ ഷട്ടർ അടച്ചിരിക്കുക. ഇനി എന്താ ചെയ്യണ്ട്? ഓക്കെ അളിയവൻ ചത്ത മേലോട്ട് പോയി കേട്ടോ. ചെറുതായിട്ട് രണ്ടാമത്തെ ആളെ കൊന്നോന്ന് ഡൗട്ട് അളിയാ. എടാ ഇനി ഒരാളും കൂടെ ചത്തേനെ തീർന്നു കേട്ടോ. ഈശ്വര അങ്ങനെ കാണിക്കുന്നത് പെട്ടല്ലോ നാഥാ. അടച്ചോനെ തീർന്ന്. എന്താ ഇപ്പൊ ചെയ്യാ? ഇവന് ആവശ്യമുള്ളത് ഹണി മരുന്ന്. ഓക്കെ ഇവന് ഹണി ബി കൊടുക്കട്ടെ കൈസ്. ഞാൻ എടാ നീ ആദ്യത്തെ ഒരുത്തരെ കൊന്ന കേട്ടോ. ഇങ്ങനെ ഇത് ശരിയാവൂല. എന്തായാലും പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയണം. എന്ത് ഈ ഹോസ്പിറ്റലിൽ ഗുഡാണ്, 10 10 റേറ്റിംഗ് ഒക്കെ തരണം മക്കളൊക്കെ. ഡോക്ടർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 5 സ്റ്റാർ തന്നെ തരണം. ഐ എം ഓപ്പണിംഗ് ന്യൂ ഫെസിലിറ്റീസ് ഫോർ യു. എടാ നമുക്ക് ഡോക്ടർ പുതിയ ഫെസിലിറ്റീസ് ഒക്കെ ഓപ്പൺ ചെയ്ത് തരാന്ന്. പുതിയ സപ്ലൈസ്. ഇവിടെ എന്താ പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ആയി. എടാ നമുക്ക് പുതിയ ഇതുണ്ടല്ലോ. ഇത് വിസിറ്റേഴ്സിനെ പെട്ടെന്ന് വിസിറ്റ് ചെയ്യാനും അതേ കണക്ക് തന്നെ നമുക്ക് സാനിറ്റി കൂട്ടാനുള്ള സാധനങ്ങളൊക്കെ ഇതെന്താണ് സംഭവം? ഇത് നമ്മുടെ കയ്യിൽ 57 രൂപ ഉണ്ട് കേട്ടോ എന്റെ കയ്യിൽ. അതുപോലെ എന്റെ സാനിറ്റി വളരെ കുറവാണ്. A few moments later.
അയ്യോ എന്താണ് അവിടെ ഒരു ശബ്ദം അളിയാ? ഇവിടെ അല്ലല്ല ഇവിടുത്തെ പേഷ്യന്റിന്റെ മൂട്ട് തീ പിടിച്ചതാ, അപ്പൊ ഞാൻ അണച്ചു കൊടുത്തത്. വെയിറ്റ് അവന് ഓയിൽമെന്റ് വേണമെന്നാ പറയുന്നത്. അണ്ണാക്കിലോട്ട് കൂടാക്കോട്ട് ഞാൻ വരും അവനെ കൊല്ലല്ലേ, അവനെ കൊന്ന ഈശ്വര തീർച്ചയായിട്ടും നമ്മളെ ഇന്നത്തെ പണി. ഞാൻ കൊടുക്കുക എന്നാ മക്കളെ. ഓ ചാവല്ലേ, ചത്തൊന്നും പോവല്ലേ. ഓക്കെ ലെറ്റ്സ് ഗോ. ഞാൻ അവിടെ സേവ് ചെയ്ത് കഴിച്ചു. പാവോടാ. എടാ ഈ റൂമിൽ ആരാ? ഇതെന്തിനാ ഇവ? നീ ഒരു വാഴേ, നീ ഇങ്ങോട്ട് അയച്ചെടുത്തൊരു തലക്ക് സുഖക്കേടുള്ളവരെയാണോ? റൂം നമ്പർ 6 റൂം നമ്പർ 6 ഞാൻ ചത്ത് ഇപ്പൊ ചാവ്. പിങ്ക്, ബ്ലൂ, റെഡ്, പച്ച. ലെറ്റ്സ് ഗോ. അവൻ സ്കാൻ ചെയ്ത് കഴിച്ചു. പേടിപ്പിച്ച കേട്ടാ. പിന്നെന്താണ് കുഴപ്പം? ഇവന്റെ കയ്യും കാലം എന്തൊക്കെ ഒടിഞ്ഞടാ. തെറാമോ വേണം. ഓക്കെ തെറാമോയും വേണം, മറ്റേ സാധനം വേണം കൈസ്. ഈ പച്ചയില എന്തൊരു ശബ്ദം കേട്ട് കേട്ടോ. എന്റെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട്. ഞാൻ അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആള് പാവല്ല, ആള് പാവാണ്, പക്ഷെ ഇവിടെ മേലെന്തൊക്കെ കണ്ണുകളൊക്കെ ഉണ്ട്. അതിന്റെ സാനിറ്റിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഓക്കെ ഞാൻ എന്തായാലും അവന്റെ പേഷ്യന്റിന്റെ എല്ലാ പരിപാടികളും ചെയ്തിട്ട് അവൻ റിക്കവർ ആയി വരുന്നുണ്ടോ എന്റെ പേഷ്യന്റ് റിക്കവർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യണം അങ്ങനത്തെ മേക്ക് ഷുവർ ടു യൂസ് ദ ഫോട്ടോ ആൻഡ് ക്യാമറ. ഓക്കെ സ്റ്റേ അലേർട്ട്. ഏതൊക്കെ കുറച്ച് അലോമോനിയോട് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഐ വിൽ അൺലോക്ക് ദ ടേസർ, യൂസ് ഇറ്റ് വിസിലി. വിസിലിയോ? ഓ ഷോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോക്ക്. ഇന്നത്തെ റിപ്പോർട്ട് ഉണ്ടാവും. എക്സലന്റ് ഗൈസ്. അലിയ ഒന്ന് ഓടി വാടാ. അളിയാ നീന്തി. ഞാൻ എനിക്ക് എന്താ ഇവിടെ തിരക്കുണ്ട്. ഹലോ എന്താ ഇവിടെ എന്നെ വിളിച്ചറിയാം. ഇവിടെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ക്യാമറ നോക്കാം. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അന്നോമിലാണല്ലോ ഇവൻ. ആണോ? ഫോട്ടോന്റെ അകത്ത് പറയുന്നതും എന്തൊക്കെ ഗ്ലിച്ചുണ്ട്. ഷട്ടർ അടച്ചേ കളിയാ. അപ്പോയിന്റ്മെന്റ് കൊടുത്തേക്കല്ലേ ഷട്ടറാണ്. Are you seriously you turning me? വെയിറ്റ് ചെയ്യട്ടാ, അവന് ഷോക്ക് കൊടുക്കാം. അവനെ ഞാൻ ഷോക്ക് കൊടുത്തോണ്ടാ. പോയി. ഫയർ സ്റ്റാർട്ടഡ് ഇൻ റൂം നമ്പർ 5. എടാ വെയിറ്റിംഗ് ആണ്. പ്രയർ എടാ മൂന്നാമത്തെ റൂമിൽ തീ പിടിച്ച് വന്ന് ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇട്ടു. എടുത്തിട്ട് വരാം. എനിക്കറിയാം ഇവിടെ ഉണ്ട്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇട്ടോടാ. പേഷ്യന്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യും. ഞാൻ ഇവിടെ തീനേറ്റ് മല്ലുടിയാണ്. എന്തെല്ലാം മെനക്കേടാന്ന് നോക്കണേ. നമ്മളങ്ങനെ തീ അടച്ചിക്കണം. അളിയാ പേടിക്കേണ്ട ആവശ്യമില്ല, തീ അടച്ച്. എന്നാലും എങ്ങനെയാടാ കത്തി പിടിച്ച്? സംതിങ് ഈസ് റോങ് അളിയാ. എവിടെയെങ്കിലൊക്കെ കുഴപ്പം. ഇവന്റെ ഫോട്ടോ അവൻ കുഴപ്പമൊന്നുമില്ല, പാമ്പ് പിടിച്ചാണ്. ഞാൻ ക്യാമറ നോക്കാൻ എനിക്ക് വേണ്ടിട്ട് എന്തായാലും ആ ക്യാമറയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അളിയാ ഞാൻ എന്തായാലും സുഖമില്ലാത്തവർക്ക് ഈ സാധനം എന്തായാലും ഇവിടെ തന്നെ വെച്ചിക്കണേ കേട്ടോ. അതെ ഇവിടെ വെച്ചിക്കണേ. എടുത്ത് കൊടുത്താൽ മതി, കുണ്ടിക്കിട്ടങ്ങ് കൊടുത്താൽ മതി അമ്മമാരെ. നീ ആ റൂമിൽ ആരാ നോക്കി? രക്ഷിക്കടാ. എടാ നീ എനിക്ക് ഏതോ ഞാൻ പെട്ടെന്ന് പോയി ഷോപ്പ് ഇട്ട് എടാ റൂം 7 പ്രേതാടാ. നീ അവൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തോർന്ന് പെട്ടെന്ന് ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്തേ. ഞാൻ മരുന്ന് മാറി വെച്ചു കൊടുത്തേ. ഇത് ഇവന്റെ തെറ്റാണ് ഗൈസ്. ഇവന് വേണ്ടിട്ട് എല്ലാരും ഗൈസ് വാഴ അളിയപ്രോ താഴെ കമന്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ എന്തായാലും ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു പേഷ്യന്റിനെ കൊല്ലുന്ന വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും പീസ് ഔട്ട്. ബൈ.